ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ജോലി നോക്കുന്ന ഫ്രഷേഴ്സിന് വേണ്ടിയുള്ള വീഡിയോ ആണ്. എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, ഞാൻ +2 കഴിഞ്ഞു, എനിക്ക് ജോലിക്ക് പോകാൻ പറ്റുമോ, അല്ലെങ്കിൽ ഞാൻ ഡിഗ്രി കഴിഞ്ഞു, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യണ്ടേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട്. ഇപ്പം +2 കഴിഞ്ഞ കുട്ടിയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പറ്റിയ ജോബ് നിങ്ങൾ സെലക്ട് ചെയ്യുക, അതിനുവേണ്ടി അപ്ലൈ ചെയ്യുക. ഇനിയിപ്പം ട്രെയിനി ആയിട്ട് എവിടെയെങ്കിലും കയറാൻ പറ്റിയാലും ട്രെയിനി ആയിട്ട് കയറുക. അതിനുശേഷം ജോബ് തുടരുന്നതിൻ്റെ കൂടെ തന്നെ പഠിക്കാനും ശ്രമിക്കുക, പഠിത്തം കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ. പിന്നെ ചില കുട്ടികൾ പഠിത്തമെല്ലാം കഴിഞ്ഞിട്ട് വെറുതെ വീട്ടിൽ കയറിയിരിക്കും, ജോബിന് അപ്ലൈ ചെയ്യാൻ പേടിയായിട്ട്, കോൺഫിഡൻസ് കുറവ് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിന് പോകാൻ പേടിയായിട്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കലുള്ളൂ. നമ്മൾക്ക് സ്വന്തം ആയിട്ടൊരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുക. അതിനുശേഷം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക, ജോബിന് അപ്ലൈ ചെയ്യുക ഫസ്റ്റ്, ദെൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. ഇൻ്റർവ്യൂവിന് വിളിക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് ഫസ്റ്റ് ജോബിന് ഇൻ്റർവ്യൂ ഫെയിലായി, ജോബ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിരാശപ്പെടേണ്ട കാര്യമില്ല. വീണ്ടും അപ്ലൈ ചെയ്യുക, അതുപോലെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. ചിലപ്പോൾ 3-4 പ്രാവശ്യം ചെയ്തതിന് ശേഷം, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തതിന് ശേഷമായിരിക്കും നമുക്കൊരു ജോബ് കിട്ടുക. പക്ഷെ നമ്മൾ ട്രൈ ചെയ്താൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. നമുക്ക് ആരും വീട്ടിൽ കൊണ്ടുവന്ന് ജോലി തരില്ലല്ലോ. അപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ. നിങ്ങൾക്ക് പറ്റിയ ജോബ്, നമുക്ക് എന്താണ് ക്വാളിഫിക്കേഷൻ ഉള്ളത്, നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ജോലിക്ക് അപ്ലൈ ചെയ്യുക. ഓക്കെ. ഇപ്പം എന്തെങ്കിലും ഒരു ഓഫീസ് ജോബിനോ ഓഫീസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ജോബിനോ പോവുകയാണെങ്കിൽ നിങ്ങൾ മെയിനായിട്ട് വേർഡ് അറിഞ്ഞിരിക്കണം. അതുപോലെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് എക്സലും അറിഞ്ഞിരിക്കണം. ഓക്കെ. ഞാനൊരു എക്സാമ്പിൾ പറയാം. സപ്പോസ് നിങ്ങളിപ്പം ഒരു സ്കൂളിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കാണ് നിങ്ങളെ ജോലിക്ക് വിളിച്ചിരിക്കുന്നത്. ഒന്നുകിൽ ഓഫീസ് അസിസ്റ്റൻറ്റോ അല്ലെങ്കിൽ അക്കൗണ്ടൻറ്റോ, ആ ഒരു പൊസിഷനിലേക്കാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ജോബിന് വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം? വേർഡും എക്സലും മെയിനായിട്ട് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ അക്കൗണ്ടൻ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പം മിക്കവാറും കമ്പനീസോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ ടാലിയാണ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ടാലിയുടെ ഒരു ബേസിക് ഐഡിയ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. ഇപ്പം നമ്മൾ സ്കൂളിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതിലൊക്കെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് എക്സൽ ഒരു ബേസിക് ഐഡിയ ഉണ്ടായിരിക്കണം. പിന്നെ കൂടുതലായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അങ്ങ് പഠിച്ചോളും. ഓക്കെ. അതുപോലെ വേർഡിൽ ഡോക്യുമെൻറ്റ്സ് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ജസ്റ്റിഫൈ ചെയ്യാനും, വേർഡിൽ ഡോക്യുമെൻറ്റ്സ് ടൈപ്പ് ചെയ്യാനും, ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യാനും, അതിൻ്റെ അലൈൻമെൻറ്റും കാര്യങ്ങളും, പിന്നെ അതിൻ്റെ ജസ്റ്റിഫിക്കേഷൻ, ഫോണ്ട് ചേഞ്ച് ചെയ്യുന്നത്, അത്തരം കാര്യങ്ങളൊക്കെ വേർഡിലും നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ. എക്സലിൻ്റെ ഒരുപാട് പാർട്ടായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് വീഡിയോസ്, അതൊക്കെ നിങ്ങളൊന്ന് എടുത്ത് നോക്കുക. ഓക്കെ. വളരെ ഉപകാരപ്പെടും. ഓക്കെ. അപ്പോൾ പഠിത്തം കഴിഞ്ഞവർ തീർച്ചയായും ജോലിക്ക് വേണ്ടി ശ്രമിക്കുക. ഉറപ്പായും നിങ്ങൾക്ക് ജോലി ലഭിക്കും. കൂടാതെ പഠനം തുടരാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും പഠനവും തുടരുക. അപ്പോൾ ജോലി നോക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഓൾ ദി ബെസ്റ്റ്.